നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നൂലുകെട്ടിനുള്ള സമയം ജോത്സ്യനിൽ നിന്ന് കുറിച്ചു വാങ്ങി. അതുകൂടി പറയാനാ വന്നത്. അല്ല, ഇവിടെ വെച്ച് നടത്തുന്നോണ്ട് മറ്റു വിഷമങ്ങളൊന്നും ഇല്ലല്ലോ മാഷെ? അതൊന്നുമില്ല. ചടങ്ങിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഭംഗിയായി നടക്കണം, അത്രയേ ഞങ്ങൾക്കുള്ളൂ. കുഞ്ഞാവേ, തല ഇതായിപ്പോയി. ഇല്ലെങ്കിൽ തനി കൊണം കണ്ടനെ നീ. നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ തന്നെ വന്നെന്ന് പറയണമെങ്കിലേ അതിന്റെ കുറച്ചെങ്കിലും കൊണം നീ കാണിക്കണം. എന്താ ദാ കുഞ്ഞ് നിന്റെയൊക്കെ തന്നെയാ എന്ന് കരുതി നീ ഇനി അച്ചുവിനെ എങ്ങാനും വല്ലം പറഞ്ഞ. അമ്മേ, അമ്മ അവളെ വെറുതെ ഉപദേശിച്ച് സമയം കളയണ്ട. ആദ്യം ആര് പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. കേക്കാത്ത എന്തടി? പറയേണ്ടതുപോലെ പറഞ്ഞാലേ അവള് കേക്കും. ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടി മൂലക്കിടാൻ വേണ്ടി സന്ദീപിനോട് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. അമ്മ മിണ്ടരുത്. അതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് അഹങ്കാര വർത്താനം പറയുന്നത് ഇവക്ക് പണ്ടേ ഉള്ളതാ. പലതവണ ഞാനത് പറഞ്ഞ് വിലക്കിട്ടുള്ളതാ. നീ അത് മനസ്സിലായില്ലെങ്കിലേ നിന്റെ ജീവിതത്തിൽ അത് ദോഷം ചെയ്യുള്ളൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തൊരു സാധനോ, വലിയൊരു അമ്മ. അപ്പൊ മാഷ് പറഞ്ഞ ഡേറ്റിലും സമയത്തും തന്നെ നമുക്ക് നടത്താം. ഒക്കെ സേതു പറയും പോലെ. അച്ഛനെപ്പോ വന്നു? കുറച്ചു നേരം ആയതേയുള്ളൂ. നൂലുകെട്ടിനുള്ള സമയം കുറിച്ചായിരുന്നു. അത് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അച്ഛൻ മാത്രം വന്നോളൂ? അല്ല, കമലയും ഉണ്ട്. ആതിരയുടെ അടുത്ത് കാണും. എടാ, നന്ദൻ വന്നില്ലേ? അച്ഛാ, ഏട്ടൻ വൈകിട്ട് വരൂ. ഹലോ ഹലോ മൂർത്തി, ധനുഷ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടാണെന്ന് ഉറപ്പാണോ? അതെ. ഏയ്, ചിലപ്പോ അവൻ നിന്നോട് കള്ളം പറഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞതല്ലേ വരണ്ടാന്ന്. അതുകൊണ്ട് ഇന്നെന്തായാലും ധനുഷ് ഇങ്ങോട്ടേക്ക് വരില്ല. നിക്കേ. നീ എവിടേക്കാ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അത് ഞാൻ വന്നത് എന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെയുണ്ട്, അതെടുത്ത് പോകാമെന്ന് കരുതിയ.
വാ സ്നേഹ. നിന്റെ എന്ത് സാധനമായാലും എല്ലാം എടുത്തുകൊണ്ട് വേഗം ഇവിടുന്ന് പോണം. ഇനി ഒന്നിന്റെ പേരിലും ഇവിടേക്ക് വരികയും ചെയ്യരുത്. ശരി. ധനുഷ്, നീ എവിടേക്കായി പോകുന്നേ? എവിടേക്കാണെങ്കിലും ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. സ്നേഹ, നീ ഇല്ലാതെ ഞാനിവിടെ എങ്ങനെ ജീവിക്കും? എന്നെ കൂടെ കൊണ്ടുപോ ധനുഷ്, പ്ലീസ്. അത് ഏട്ടത്തി, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ ഏട്ടത്തി. ധനുഷിനോട് പറ. മോളെ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ നീ ഇവനോടൊപ്പം പോകുന്നു പറഞ്ഞാ ഇവിടെ വലിയ ഭൂകമ്പം നടക്കും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ പിന്നെ ഒരിക്കലും നിങ്ങളുടെ വിവാഹത്തിന് ഇവിടെയുള്ളവർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ നീ ഒന്ന് സമാധാനിക്ക്. പിന്നീട് ഏട്ടത്തിൽ തന്നെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക. എന്താ ഏടത്തെ നിനക്ക് വിശ്വാസമില്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ. ഉടനെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.